തീർച്ചയായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, മലയാളികൾക്ക് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. നാളെയാണ് ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം. അന്നത്തെ ദിവസമാണ് ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് കാണേണ്ടി വരുന്നത്. 17 വർഷമായി ഈ ഭരതന്നൂർ എന്ന പ്രദേശത്തെ ഒരു അംബേദ്കർ പ്രതിമയ്ക്ക് തലയില്ലാതെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുക? തീർച്ചയായിട്ടും അങ്ങേയറ്റം ഖേദകരമായ വേദനാജനകമായ ഒരു സംഭവമാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭരതന്നൂരിലെ ഒരു പട്ടികജാതി കോളനി, അത് അംബേദ്കർ കോളനി എന്ന് പേരുള്ള ആ കോളനിയിൽ സ്ഥാപിച്ച അംബേദ്കറുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറുടെ പ്രതിമ അത് പൂർണ്ണമാകാതെ അതിന്റെ തല അംബേദ്കറുടെ കഴുത്തിന് മുകളിൽ ഭാഗം അത് ഇതുവരെയും അവിടെ യോജിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ തർക്കങ്ങൾ മൂലം അത് അവിടെ ആ ഭാഗം താഴെ വെച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത്യന്തം ഖേദകരമായ വസ്തുതയാണ്. ബാബാസാഹേബ് അംബേദ്കറെ പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയ്ക്ക് ഇങ്ങനെ ഒരിക്കലും പാടില്ല. ഇത് നമ്മുടെ ഭരണഘടനയോടുള്ള അനാദരവാണ്, മഹാനായ ഡോക്ടർ അംബേദ്കറുള്ള അനാദരവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംഭവം അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കപ്പെടേണ്ട കാര്യമായിരുന്നു. പക്ഷെ അതിന് നടപടി ഉണ്ടായില്ല. തീർച്ചയായും ഇത് വളരെ അടിയന്തരമായി തന്നെ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറുടെ പ്രതിമ ആ രീതിയിൽ അവിടെ ഇരിക്കാൻ പാടില്ല, ആ രീതിയിൽ അതിനെ അവഹേളിക്കാനോ പാടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങളും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട കോളനി നിവാസികളുമായി അവരുടെ സംഘടനകളുമായി ആലോചിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കണം. ഏറ്റവും മനോഹരമായ അംബേദ്കറെ പൂർണ്ണമായി അംബേദ്കറുടെ ഉൾക്കൊള്ളുന്ന അംബേദ്കറുടെ പ്രതിമയെന്ന് കണ്ടാൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. എന്തായാലും ന്യൂസ് 18 കൊണ്ടുവന്ന ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ച ഈ വാർത്തയ്ക്ക് അടിയന്തരമായി പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇത് താങ്കളുടെ നിയോജക മണ്ഡലമല്ല, ഒരുപക്ഷെ അടൂർ പ്രകാശാണ് ആ മേഖലയുടെ MP, ഒപ്പം MLA അടക്കമുള്ളവർ പ്രതികരിക്കേണ്ടതുണ്ട്. എന്തായാലും താങ്കൾ ഈ വിഷയത്തിൽ ഗൗരവത്തോടെ ഒരു കാണുന്നയാളെന്ന രീതിയിൽ കൂടിയാണ് താങ്കളുടെ പ്രതികരണം. നിയോജകമണ്ഡലം ഏത് നിയോജകമണ്ഡലമാണ്, ഏത് ജില്ലയാണ് എന്നുള്ളതല്ല. ബാബാസാഹേബ് അംബേദ്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പിയാണ്. കോടാനുകോടി വരുന്ന അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന നമ്മുടെ നേതാവാണ് അദ്ദേഹം. നേതാവ് മാത്രമല്ല, വഴികാട്ടിയാണ്, ആചാര്യനാണ് ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ആ കോളനിയിൽ സ്ഥാപിക്കാൻ താല്പര്യപ്പെട്ടത് വലിയ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷെ ആ പ്രതിമ സ്ഥാപിക്കുന്നതിൽ ഉണ്ടായ തർക്കങ്ങളും ആ പ്രതിമയെ സംബന്ധിച്ച് അത് അംബേദ്കറുടെ മുഖച്ഛായയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അത് പെട്ടെന്ന് പരിഹരിച്ച് അവിടെ ആ പ്രതിമ സ്ഥാപിക്കേണ്ടതായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ പരിഹാരം ഉണ്ടാകാതിരിക്കുകയും അത് കഴുത്തിന് മുകളിലുള്ള തലയുടെ ഭാഗം വരുന്ന ഭാഗം ഇപ്പോഴും അവിടെ വെക്കാതെ ഉടൽ മാത്രമുള്ള ഒരു പ്രതിമയായി അവിടെ നിൽക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടാണ്, നമ്മുടെ ഭരണഘടനയോടുള്ള അവഹേളനമാണ്. ബാബാസാഹേബ് അംബേദ്കറെ അവമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് എന്തായാലും അടിയന്തര പരിഹാരം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെ ആലോചിച്ച് ചെയ്യുന്നതാണ്. ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നമ്മളങ്ങ് കഴിഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ മേഖലയിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് ചെന്നവർക്ക് മുന്നിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയ സംഭവമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഉറപ്പ് കൊടുത്തു അത്രേ, ഇത്തവണ ഞങ്ങൾ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പ്രതിമ പൂർണ്ണ രീതിയിൽ സ്ഥാപിക്കുമെന്ന കാര്യം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആര് ജയിക്കട്ടെ, ആര് ജയിച്ചാലും ആദരിക്കേണ്ട, ഇങ്ങനെ അപമാനിക്കുന്നതെങ്കിലും ഒഴിവാക്കാൻ നടപടിയെടുക്കണം. ആ ഒരു ആവശ്യം കൂടെ മുന്നോട്ട് നമുക്ക് വെക്കണ്ടേ? തീർച്ചയായിട്ടും അതിന് എന്തായാലും ഗവൺമെന്റ് തലത്തിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ നിരവധി പട്ടികജാതി സംഘടനകളുണ്ട്. എല്ലാവരും ഇക്കാര്യത്തിൽ എല്ലാവരുമായിട്ട് ആലോചിച്ച് ആ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ തർക്കമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും കൂടി സ്വീകാര്യമായ ഒരു ഫോർമുല കണ്ടെത്തി അത് ആ പ്രതിമ അവിടെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി എല്ലാവരുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതാണ്.
ഓക്കെ, വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചതിന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം അല്ലെങ്കിലും അദ്ദേഹത്തിനും ഇടപെടാൻ കഴിയും ഈ വിഷയത്തിൽ. കാരണം ഇത് നമുക്ക് നാണക്കേടാണ്, എല്ലാ അർത്ഥത്തിലും അതിന് പരിഹാരം ഉണ്ടാകുന്നുണ്ട്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് 17 വർഷമായി ആ ഒരു മേഖലയ്ക്ക് പുറത്തേക്ക് ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നൊരു വലിയ ചോദ്യമുണ്ട്. എന്തായാലും നമുക്ക് ആ ദൗത്യം ഏറ്റെടുക്കാം, ആളുകൾ ഇടപെടട്ടെ. എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ച് ഇടപെടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് മറ്റ് MP-മാരുണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, അവരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അരുൺ, അവിടെ വോട്ട് ചോദിച്ചു വന്നവരെല്ലാം ഉറപ്പ് കൊടുത്താണോ പോയത് ഇത്തവണ പ്രതിമ സ്ഥാപിക്കുമെന്ന്, പൂർണ്ണ രീതിയിൽ സ്ഥാപിക്കുമെന്ന്? സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങ് അത്തരം വാഗ്ദാനങ്ങളും അത്തരം ഉറപ്പും ഒക്കെ നൽകാറുണ്ട്. ഇത്തവണയും സ്വാഭാവികമായും അത് ഉണ്ടായി കാണണം. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് ആളുകൾ ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാറുണ്ടോ? അങ്ങനെയുടെ നമ്മളുടെ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണ നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ശരിയാക്കാം. ഇലക്ഷൻ അല്ലാത്ത സമയത്തൊക്കെ മുമ്പൊരിക്കൽ മെമ്പർ പറഞ്ഞ് നമുക്ക് ഇത് ശരിയാക്കണം, എല്ലാവരും കൂടെ സഹകരിച്ച് ശരിയാക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് നമ്മളെല്ലാം പിരിവ് കൊടുത്ത്, ഇനി ഞാൻ തരില്ല എന്ന് പറഞ്ഞു. വീണ്ടും പൈസ എത്ര രൂപ ചിലവാക്കിയത് ഉണ്ടാക്കിയത്? അത് അറിയില്ല, പലരിൽ നിന്നൊക്കെ എടുത്ത് അവർ നമ്മളിതൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. അവർ പിരിവ് ഉപയോഗിച്ച് അന്നുള്ളതിന് കൊടുത്ത് അങ്ങനെയുള്ള നേരത്തെ നാട്ടുകാരൻ തന്നെ പൈസ പിരിച്ച് നിർമ്മിച്ച ഒരു പ്രതിമയാണ്. അതിനാണ് ഈ ഒരു ദുർഗതി. നേരത്തെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ആളുകൾ വന്ന് പറയൂ, ഇലക്ഷൻ സമയത്ത് ഒരു വാഗ്ദാനമാണ് ഇവിടെ എല്ലാ പാർട്ടികളുടെയും ശരിയാക്കാൻ, അങ്ങനെ പറഞ്ഞൊക്കെ ചെയ്യാറ്. അങ്ങനെ വാഗ്ദാനം തന്നായിട്ട് നമുക്ക് എനിക്കൊരു അറിവില്ല. അല്ല, ഈ ഇതിന് ശേഷം പലരും സംഘടനയെ ബേസ് ആയിട്ടും ആൾക്കാരും പലരും വന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ പോയിട്ടുണ്ട്. ഇന്നുവരെ അതിന് തീർപ്പാറ്റ് ഇതുവർക്കും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടൊക്കെ ഇത് വരാറുണ്ട്. ഇത് ശരിയാക്കിയ ഇലക്ഷൻ സമയത്ത് പൊതുവിൽ വരാറുണ്ട്. അത് കഴിയുമ്പോൾ എല്ലാ പാർട്ടിക്കാരും പറയും. എല്ലാ പാർട്ടിക്കാരും അരുൺ ദയവായി ഒന്ന് തുടരുക. അരുൺ ദയവായി തുടരുക. ശ്രീ DK മുരളി MLA നമുക്കൊപ്പം ചേരുന്നു. ശ്രീ DK മുരളി MLA, താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കല്ലറ ഭരതന്നൂർ മേഖലയിലെ ആണ് ഒരു പ്രതിമയ്ക്ക് ഇത്തരം ഒരു അവസ്ഥയുണ്ടാകുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽ മുമ്പ് ഈ വിഷയം ഉണ്ടായിരുന്നു? അല്ല, ഇത് ഏതോ സാമൂഹ്യവിരുദ്ധന്മാർ പണ്ട് ചെയ്തതാണ്. അതൊരു സംഘടനയുടെ തന്നെ ഭാഗമായി സ്ഥാപിച്ച പ്രതിമയാണ്. അന്ന് പോലീസ് കേസും മറ്റുമൊക്കെ ആയിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്തൊരു ചർച്ചാ വിഷയമായതായിട്ട് എന്റെ ശ്രദ്ധയിലില്ല. അല്ല, ഇത് പ്രശ്നം ഇതാണ്, 17 വർഷമായി ഒരു തലയില്ലാത്ത രീതിയിൽ അംബേദ്കറുടെ പ്രതിമ അത് സ്ഥാപിച്ച സംഘടന തന്നെ പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുക്കാത്തതിന്റെയും കൂടെ ഭാഗമായി വന്നതാണത്. ഒരു പൊതു ഇടത്ത് അന്ന് കേസും മറ്റുമൊക്കെ കൊടുത്തതായിട്ടാണ് ശ്രദ്ധയിലുള്ളത്. 17 വർഷം മുമ്പുള്ള കാര്യമാണ്. ഞാൻ ഇപ്പൊ 2016 വരുമ്പോൾ തന്നെ ഉള്ള സ്ഥിതി ഇതാണ്. പിന്നെ ഇതൊരു ആവശ്യമായി എന്റെ മുന്നിലേക്ക് ഈ സംഘടന ശ്രദ്ധയിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.